അങ്ങനെ ഈ കപ്പലിൽ എൻ്റെ ആദ്യത്തെ ഷോറിൽ വേണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ അമേരിക്കയിലാണ് ഇറങ്ങുന്നത്. അമേരിക്കയിലെ നോർഫോക്കിൽ നമ്മൾ ഇറങ്ങി പോർട്ടിന് പുറത്ത് വന്നു. ഊബർ വിളിച്ചിട്ട് വേണം നമുക്ക് വാൾമാർട്ടിലോട്ട് പോകാൻ. ഞങ്ങളിപ്പോൾ ഉള്ളത് നൈക്കിൻ്റെ ഷോറൂമിലാണ്. നമ്മുടെ ഇന്ത്യയിലും നമ്മൾ നൈക്കിയുടെ ഷോറൂമിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ റേറ്റ് തന്നെയാണ് അവിടെയും കാണിക്കുന്നത്. ജാക്കറ്റ് നോക്കണമെന്നുണ്ട്, വിലയാണ് പ്രശ്നം. ജസ്റ്റ് നോക്കിയിട്ട് വരാം. $20. $20 എന്ന് പറയുമ്പോൾ എത്ര? 8 8 16, ഒരു 1800 രൂപ ഒരു തൊപ്പിയുടെ വിലയാണ്. എങ്ങനെയുണ്ട് ഗ്രീൻ കളർ തൊപ്പി? എല്ലാ പ്രാവശ്യവും ബ്ലാക്കും റെഡും വൈറ്റും ഒക്കെ ഞാൻ എടുക്കും. പക്ഷേ വൈറ്റ് എന്നെ കൊണ്ട് പറ്റൂല, 2 ദിവസം കൊണ്ട് അത് നശിപ്പിക്കും. നെക്സ്റ്റ് നമ്മൾ H&Mയിലോട്ട് തെണ്ടാൻ കയറുകയാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എങ്കിലും പോയി നോക്കാം. നമ്മൾ H&M കയറി. ഇവിടെ നമുക്ക് ജാക്കറ്റ് നോക്കണം. അടുത്ത പ്രാവശ്യം കപ്പലെത്തുമ്പോൾ -ഡിഗ്രിയിലായിരിക്കും. സോ എടുക്കാൻ പറ്റുന്ന റേറ്റിലൊക്കെ ആണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വിടാം. ബാഗ് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പോയി, ബാഗ് മറന്നുപോയി. ഇതെപ്പോഴും ഉള്ളതാണ്. ഞാനേ എൻ്റെ പാസ്പോർട്ട്, CDC, ഇത്രയും ഡോക്യുമെൻറ്റ്സ് എല്ലാം ബോംബെ എയർപോർട്ടിൽ മറന്നു വെച്ചിട്ട് പോയതാണ്. ലഗേജ് എടുക്കാൻ പോയിട്ട് മെയിനായിട്ടുള്ള സാധനങ്ങൾ മറന്നു പോയിട്ടുള്ള വിശിഷ്ടമായൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ മറന്നു പോകും. ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഈ സാധനത്തിനകത്ത് എന്തൊക്കെയുണ്ടെന്നറിയാം, അതൊക്കെ മറന്നുപോയി. അവിടുത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമുക്കിനി വാൾമാർട്ടിലേക്ക് പോകണം. കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ച് കപ്പലിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും US പുറത്ത് പോകുന്നതുകൊണ്ട് കപ്പലിലെ ബോൺ സ്റ്റോറിലും ഈ പറയുന്ന സ്നാക്സ് ഒന്നും ഇവർ ഓർഡർ ചെയ്ത് വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങണം. ടാക്സിക്ക് വേണ്ടി വീണ്ടും ഊബർ ബുക്ക് ചെയ്ത് ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വണ്ടി വന്നിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഊബർ. നമ്മൾ ബുക്ക് ചെയ്തു. ഏത് വണ്ടിയാണെന്നറിയോ? കിയാടെ NIRO ഏതോ ഒരു വണ്ടി. Guys, how are you doing? 44 and the maps are terrible. The fans are enraged. സ്ട്രോബെറി. നമ്മൾ ഒരു വണ്ടി എടുത്തു. ഒന്നുമില്ല, 2 ലേസ് എടുക്കാൻ വേണ്ടിയിട്ടാണിത്. ബാർബിക്യൂ എനിക്ക് ഇഷ്ടമുള്ള ഫ്ലേവറാണ്. അതുകൊണ്ടൊരു ബാർബിക്യൂ എടുക്കാം. നമുക്ക് ഭയങ്കര വലുപ്പമാണ്. ഇത് തിന്ന് വയ്യാണ്ടാവും. ചില്ലി മുളകിന് എന്തോ സംഭവം. അപ്പോൾ ഇതെടുക്കും. ഒരു ബാർബിക്യൂ, ഒരിത്. എല്ലാ ചോക്ലേറ്റ്സും ഇവിടെ ഉണ്ട്. പക്ഷേ ഞാൻ മനഃപൂർവ്വം എടുക്കാത്തതാണ്. കാരണം പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കും. എത്ര നോക്കിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. 2 പെഗ്ഗൊക്കെ ഒഴിച്ച് വെച്ച് കുറച്ച് ബാർബിക്യൂവിൻ്റെ ലേസോ കാര്യങ്ങളോ. കാരണം നമ്മുടെ നാട്ടിൽ പോയിട്ട് പറ്റുന്നിടത്ത് പോയിട്ട് ചിക്കൻ പീസ് മേടിച്ചോണ്ട് ടച്ചിങ്ങോ കാര്യങ്ങളൊന്നും കപ്പലില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ ഇത്രയും സാധനമാണ് മേടിച്ചത്. ഫ്രൈഡ് പോർക്കിൻ്റെ സാധനം മേടിച്ചിട്ടുണ്ട്, പിന്നെ ബാർബിക്യൂ, എന്തോ ഒരു മുളകിൻ്റെ ഒരു ഫ്ലേവർ. ഈ സാധനം ഞാൻ കഴിച്ചിട്ടില്ല, ഡിൽ പിക്കിൾ ഫ്ലേവേർഡ്. അറിയില്ല, ഇത് കഴിച്ചിട്ടില്ല. സോ ഈ ഒരു 4 ഫ്ലേവർ സ്നാക്സ് മാത്രം എടുത്തു. ഇത് മാത്രമാണോ വാങ്ങുന്നത്? ഇത് മാത്രം വാങ്ങാനാണോ ഇവിടെ വന്നത്? അങ്ങനല്ല. അതായത് തിരിച്ച് ഞാൻ കപ്പലിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമുക്ക് വാങ്ങിയാൽ മതി, അല്ലാണ്ടെല്ലാം വാങ്ങേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന സമയത്ത്, വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇപ്പോഴേ നമ്മൾ ഇത്രയും സാധനങ്ങളോ അല്ലെങ്കിൽ ചോക്ലേറ്റ്സോ ഒക്കെ വാങ്ങിക്കൊണ്ട് കപ്പലിൻ്റെ അകത്ത് വെച്ചിട്ട് യാതൊരു യൂസും ഇല്ല. നമുക്കിനി 8 മാസം ബാക്കി കിടക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, $1,00,000 എന്തോ സംഭവമാണ് ഇപ്പോൾ അമേരിക്കയിലേക്ക് ഒരാൾക്ക് എത്തിപ്പറ്റണമെങ്കിൽ. ഞാൻ ഇവിടെ വരെ വന്നതിന് 600 രൂപ, 2 പേര് ഷെയർ ഇടുമ്പം 600 രൂപ ടാക്സി കൊടുത്തിട്ടാണ്. വെറും 600 രൂപ. ഒരു 10 ഒരു സാധനമെല്ലാം മേടിക്കുക. 1500, 2000 അല്ലെ ഒരു 3000 രൂപയുടെ ചിലവ് വന്നാൽ പോലും $1,00,000 മുടക്കിയിട്ട് അമേരിക്കയിൽ വരാനോ അല്ലെങ്കിൽ ഒന്നും വേണ്ട. അവിടുന്ന് ഇവിടെ വരെയുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ജോലിയുടെ ബെനിഫിറ്റ് ഇതാണ്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഇനി എന്താ ഉള്ളത്? എന്തെങ്കിലും കഴിക്കണം, പിന്നെ കുടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലം തിരഞ്ഞെടുത്തു. ഇതാണ് നമ്മൾ കഴിക്കാനും കുടിക്കാനും പോകുന്ന നമ്മുടെ ഒരു നാടൻ തട്ടുകട. അവിടെ നിന്നാണ് നമ്മൾ ആഹാരവും ഫുഡും ഒക്കെ കഴിച്ചത്. എല്ലാം നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ തിരിച്ച് വീണ്ടും ഊബർ ബുക്ക് ചെയ്ത് നമ്മൾ തിരിച്ചും നമ്മുടെ തടവറയായ കപ്പലിലേക്കുള്ള യാത്ര തിരിക്കുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾക്കിപ്പം മനസ്സിലായി കാണും, ആകെയുള്ള നമുക്ക് 4-5 മണിക്കൂർ. ആ ഒരു ടൈമിൽ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കും, എവിടെയൊക്കെ നമ്മൾ പോകും, എന്തൊക്കെ നമ്മൾ ചെയ്യും. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് ഊബറൊക്കെ വിളിച്ച് തിരിച്ച് കപ്പലിലേക്ക് കയറുകയാണ്. രസം എന്താണെന്നറിയോ? ഇപ്പം കപ്പലിൽ ചെല്ലാൻ ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ കപ്പലിൽ ചെല്ലും.
12 മണി മുതൽ എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് 12 മണി മുതൽ ഡ്യൂട്ടി ചെയ്തു പോരുന്നു. ഷോ ലീവും കഴിഞ്ഞ് തിരിച്ച് കയറി ചെല്ലുന്ന ഉടനെ എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇനി 12 മുതൽ 4 മണി വരെ നേരെ ചെല്ലുക, ഡ്രസ്സ് മാറുക, ഡ്യൂട്ടിക്ക് കയറുക, വെളുപ്പിനെ 4 മണി വരെ പണിയെടുക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഷോ ലീവ് പോവുകയാണെങ്കിൽ നമുക്ക് ഉറക്കം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. കുറച്ച് ദൂരെ പോവുകയാണെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടി വരും. അപ്പം അവൻ്റെ ഡ്യൂട്ടിയും കൂടെ നമ്മൾ എടുക്കണം. ഈ ഒരു ചുറ്റൽ മാത്രമാണ് ചുറ്റൽ. പക്ഷെ ഞാൻ പറയുന്നു, അങ്ങനെ നോർമൽ ഒരാൾക്ക് വന്ന് ചുറ്റാൻ പറ്റില്ല. പക്ഷെ നമുക്കത് ചുറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന, നമ്മളായിട്ട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അല്ലാതെ കപ്പൽ ജോലിയാണ്, ലോകം മൊത്തം കപ്പൽ ചെല്ലുന്നിടത്ത് മൊത്തം കറങ്ങി അടിച്ച് നടക്കാം, അടിച്ച് പൊളിച്ച് നടക്കാം, അങ്ങനെയൊന്നുമല്ല. അങ്ങനൊരു സംഭവമില്ല. ഇന്നത്തെ കറക്കം ഇവിടെ കഴിയുന്നു. അടുത്ത പോർട്ട് 2-3 ദിവസത്തിനകം ഉണ്ടാവും. അവിടെ നമ്മളൊരു വലിയ പ്ലാൻ, ഫുൾ ഡേയുടെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. നടക്കുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അമേരിക്കയിലെ അടുത്ത പോർട്ടായ സവാനയിൽ നിന്നും കാണുന്നവരേക്കും ബൈ കേട്ടോ. കയറി കഴിഞ്ഞ് ഇന്നാണ് കേട്ടോ ഈ മുതലിനെ ഞാൻ പിന്നെ കാണുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും ഗൈസ് കപ്പലിലേക്ക് കയറുകയാണ്. നമ്മുടെ വീട്ടിലേക്കുള്ള യാത്ര. എൻ്റെ റൂമാണേ, ഇതാണ് എൻ്റെ റൂം. ഈ റൂം ഞാൻ നിങ്ങളെ പിന്നെ കാണിക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ലൈറ്റ് ഇടുമല്ലോ, കാരണം ഇതിപ്പോൾ കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഞാൻ ഒരു റൂമിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അന്നേരം ഞാൻ നിങ്ങളെല്ലാം എൻ്റെ റൂം കാണിക്കാം. ഓക്കെ, അടുത്ത ഷോ ലീവും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. നിങ്ങളുടെ സ്വന്തം കടൽ ജീവി.